സംസ്ഥാനത്ത് SSLCക്ക് 99.69% ഇക്കുറി വിജയം. 4,27,153 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 4,25,563 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 99.7% വിജയം. 0.01% കുറവാണ് വിജയത്തിൽ ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 71,831 വിദ്യാർത്ഥികളുണ്ട്. കഴിഞ്ഞ വർഷം അത് 68,604 ആയിരുന്നു. വിജയശതമാനത്തിൽ നേരിയ കുറവുണ്ടെങ്കിൽ പോലും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിരിക്കുന്നു. 3,227 പേർ കൂടുതലായി എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ സവിശേഷത. SSLC പ്രൈവറ്റ് പുതിയ സ്കീമിൽ 94 പേർ പരീക്ഷ എഴുതിയതിൽ 66 പേർ വിജയിച്ചിരിക്കുന്നു. അവിടെ ഉന്നത പഠനത്തിന് 66 പേർ യോഗ്യത നേടിയിരിക്കുന്നു. പഴയ സ്കീമിൽ 24 പേർ എഴുതിയപ്പോൾ 14 പേർ യോഗ്യത നേടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിജയമുണ്ടായിരിക്കുന്ന റവന്യൂ ജില്ല കോട്ടയമാണ്. കുറവ് തിരുവനന്തപുരമാണ്. കോട്ടയത്ത് 99.92% വിജയം, തിരുവനന്തപുരത്ത് 99.08%. ഏറ്റവും കൂടുതൽ വിജയം ഉള്ള വിദ്യാഭ്യാസ ജില്ല പാലയാണ്, 100%. കുറവ് ആറ്റിങ്ങലാണ്, 99%. A+ ഏറ്റവും കൂടുതലുള്ളത് വിദ്യാഭ്യാസ ജില്ല മലപ്പുറമാണ്, 4,934 വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷവും മലപ്പുറത്തിന് തന്നെയായിരുന്നു ഈ നേട്ടം. THSLCയിൽ ഇത്തവണ 2,949 പേർ പരീക്ഷ എഴുതിയതിൽ 2,938 പേർ യോഗ്യത നേടി, 99.8% അവിടെ വിജയം. ഫുൾ A+ 534 കുട്ടികൾ നേടി. AHSLCയിൽ 60 പേർ പരീക്ഷ എഴുതി, ഉന്നത വിദ്യാഭ്യാസത്തിന് 59 പേർ യോഗ്യത നേടി, 98.33% ഫുൾ A+ 1. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിനുള്ള അവസരം ഒരുക്കുമെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പുനർമൂല്യനിർണ്ണയത്തിന് 9/5/2024 മുതൽ 15/5/24 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷയുണ്ട്. മെയ് 28 മുതൽ ജൂൺ 6 വരെയാണ് സേ പരീക്ഷകൾ നടക്കുക. എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഈ ജയിച്ച ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാവർക്കും ഉന്നത പഠനത്തിനുള്ള അവസരമൊരുക്കുമെന്ന ഉറപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ A+ ഉള്ള വിദ്യാഭ്യാസ ജില്ല കൂടിയാണ് മലപ്പുറം. 4,934 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മലപ്പുറം എടരിക്കോട് സ്കൂളിൽ ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് ഉണ്ട്. PKMM സ്കൂളിലാണ് അനുമോദ് ഉള്ളത്. അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാ ഫലം വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ തേടാം. അനുമോദ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സ്കൂളാണ്, മലപ്പുറത്തിനാണ് ഏറ്റവും കൂടുതൽ A+ ലഭിച്ചിട്ടുള്ളത്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? രേണുക, നമുക്കറിയാം മലപ്പുറം ജില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി SSLC ഫലം വരുമ്പോൾ ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അത് ആവർത്തിക്കുന്ന ഒരു രീതിയാണുള്ളത്. ഇത്തവണയും അതുപോലെ തന്നെയാണുള്ളത്. ഞാൻ നിൽക്കുന്നത് എടരിക്കോട് PKMMHSSലാണ്. ഇവിടെ ഏറ്റവും അധികം കുട്ടികൾ SSLC പരീക്ഷ സംസ്ഥാനത്ത് എഴുതിയത്. 2,085 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ തവണ 408 പേരാണ് ഇവിടെ A+ നേടിയത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഓരോ വിശദമായിട്ടുള്ള ഫലങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് കാത്തിരിക്കുകയാണ്. അതിനുശേഷമേ എത്ര കുട്ടികൾക്ക് A+ ലഭിച്ചിട്ടുണ്ട്, എത്ര കുട്ടികൾക്ക് മറ്റ് യോഗ്യതകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. എന്തായാലും ഈ സ്കൂൾ അധികൃതർ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ലഡുവും മറ്റ് മധുരപലഹാരങ്ങളും ഒക്കെ വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതോടൊപ്പം ഹെഡ് മാസ്റ്റർ, എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? നമ്മുടെ 2,085 കുട്ടികൾ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ കേന്ദ്രമാണ് നമ്മുടെ സ്കൂൾ. എല്ലാ കുട്ടികളും പാസ്സാവുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വർഷങ്ങളായിട്ട് വളരെ ക്രമീകരിച്ച് നല്ല പ്ലാനോടുകൂടി ഒരു ആസൂത്രിതമായ പ്രവർത്തനമാണ് നമ്മുടെ സ്കൂൾ നടക്കുന്നത്. 15ഓളം വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ PKMM ഹൈസ്കൂൾ. ഏറ്റവും കൂടുതൽ A+ വാങ്ങുന്ന സ്കൂൾ കൂടിയാണ്. അതുപോലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനമാണ് സ്കൂളിൽ നടക്കുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ 500-ലധികം A+ ആണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വിജയശതമാനം ഉണ്ടാകുന്നതിനെ എല്ലായിടത്തും കരുതുമ്പോൾ
മലപ്പുറത്തെ സംബന്ധിച്ച് ഒരു കാലത്ത് ഏറ്റവും അധികം വിദ്യാഭ്യാസ നിലവാരം മാർക്കിലൊക്കെ താഴെ നിന്നിരുന്നൊരു ജില്ലയായിരുന്നു. അവിടെ നിന്നാണ് ഓരോ പരീക്ഷയിലും ചരിത്രം തിരുത്തുന്ന തരത്തിലേക്ക് മലപ്പുറം മാറിയിട്ടുള്ളത്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ വിലയിരുത്താൻ തോന്നുന്നത്? എന്താണ് കാരണം? രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപക സമൂഹവും വളരെയധികം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിരുന്ന സമൂഹം ഇന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം മക്കൾക്ക്, അതായത് രക്ഷിതാക്കൾക്ക് നേടാനാവാത്ത നേട്ടം വിദ്യാർത്ഥികളുടെ നേടിക്കാണാനുള്ള ആഗ്രഹം കൊണ്ട് എല്ലാ നിലക്കും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെന്റ്, ഇപ്പോൾ ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെന്റ് തന്നെ ആ തരത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ടാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ വിദ്യാഭ്യാസവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മലപ്പുറം ജില്ലയ്ക്ക് ഈ നേട്ടം കൈവരിക്കാനാവുന്നത്. ശരിക്കും ഇതൊരു അവിശ്വസനീയമായ വളർച്ചയല്ലേ? തീർച്ചയായിട്ടും ഇത് അവിശ്വസനീയമായ വളർച്ചയാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം, വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ മലപ്പുറം ജില്ലയുടെ പ്രതിനിധികളായ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കാണാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ PKM ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ കാണാൻ കഴിയും. റിസൾട്ട് കാത്തുകയാണോ? ആണ്, റിസൾട്ട് കാത്തുകയാണ്. നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ തവണയും സ്കൂളിന്റെ ചരിത്രം കുട്ടികൾ തിരുത്തി എഴുതുന്നൊരു രീതിയാണ് ഇവിടെ. ഇത്തവണ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ അതേപോലെ തന്നെ ആവും, ഉറപ്പാണ്. അങ്ങും എല്ലാ തവണയും ഈ ഒരു വിജയത്തിന് ചുക്കാൻ പിടിപ്പിക്കുന്ന ഈ സംഘത്തിലാണല്ലോ ഇതിന്റെ മാനേജർ എന്ന നിലയിൽ. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷ? അത് ഈ ഒരു തവണയല്ല, ഞങ്ങളെ കഴിഞ്ഞകാല ചരിത്രത്തിനെ പറ്റിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിക്കോട്ടെ. ഒരു 145 വർഷം മുമ്പ് എൻ്റെ ഫാദറിൻ്റെ ഗ്രാൻഡ് മദർ തുടങ്ങി വെച്ച ഒത്തുപള്ളികൾ പിന്നെ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അത് ലോവർ പ്രൈമറി ആയിട്ട് അംഗീകാരം കൊടുത്തു. ആ ലോവർ പ്രൈമറി ആയി അംഗീകാരം കൊടുത്ത സമയത്ത് എൻ്റെ പിതാവിൻ്റെ പിതാവും ഞങ്ങളുടെ കുടുംബം മുഴുവനും സംസ്കൃതത്തിൽ പഠിച്ചിരുന്നത്. അത് ഈ ഗുരുകുല സമ്പ്രദായത്തിൽ അഷ്ടവൈദ്യന്മാരിൽ നിന്നുണ്ടായതാണ് ആയുർവേദം. അത് ഭാരതത്തിൻ്റെ ഒരു പൈതൃകമാണ്. അതോടുകൂടെ മലബാറിൻ്റെ ഭാഗത്ത് ഒരുപാട് അക്ഷരവൈദികളെ എന്ന് പലരും വിളിച്ചപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർ തുടങ്ങി വെച്ചതായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് ഈ പെട്ടെന്ന് മലപ്പുറം ജില്ലക്ക് വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടായി എന്ന് ചോദിച്ചാൽ പ്രവാസികളാണ്. അതായത് ഞാൻ 1977 അടിയന്തരാവസ്ഥക്ക് ശേഷം, അന്ന് എൻ്റെ പിതാവ് DMO ആയിരുന്നു, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിരുന്നു. എൻ്റെ കയ്യിലിരിപ്പും കളിയും രാഷ്ട്രീയവും എല്ലാം കൂടി അന്ന് മൂപ്പരുടെ സ്റ്റാറ്റസിന് പറ്റാത്തതുകൊണ്ട് എന്നെ ഖത്തറിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ ദോഹയിൽ പോയപ്പോൾ ഈ 42 വർഷം ഞാൻ കണ്ടത് ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹം ഉറങ്ങിക്കിടന്ന് എന്ത് പണിയും എടുക്കുന്നതാണ്. അത് അന്ന് ഞാൻ കണ്ട സ്വപ്നമായിരുന്നു. ഏതെങ്കിലും ഒരു കാലത്ത്, കാരണം 5-6 സ്ഥാപനങ്ങളുണ്ടല്ലോ, ഏതിൻ്റെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ ഒരു സാഹചര്യം എനിക്ക് ഒരുക്കിയാൽ തീർച്ചയായിട്ടും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ കരുതി. ഒരു കാലത്ത് പഠിക്കാൻ കഴിയാത്ത വലിയൊരു തലമുറ, അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോൾ തീർച്ചയായും എന്തായാലും ഏറ്റവും കൂടുതൽ കുട്ടികളെ മലപ്പുറത്ത് പരീക്ഷയ്ക്കിരുത്തിയ സ്കൂളിൽ നിന്നാണ്, PKMM HSS സ്കൂളിൽ നിന്നാണ് അനുമോദ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ പരീക്ഷാഫലത്തിൻ്റെത് കാക്കുകയാണ്. അവിടെ എല്ലാ ഔദ്യോഗിക വെബ്സൈറ്റിലും പരീക്ഷാഫലം അപ്ലോഡ് ചെയ്യും. പരീക്ഷാ ഭവൻ, PRD കേരള, SSLC എക്സാം, കൈറ്റ് കേരള തുടങ്ങിയ സൈറ്റുകളിൽ ഔദ്യോഗിക ഫലം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ഏതായാലും 99.69% പേരാണ് ഇത്തവണ ഉപരിപഠനത്തിന് യോഗ്യത തേടിയിരിക്കുന്നത്.